നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തിയിരിക്കുന്ന വാർത്ത. അതായത് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്ന് തള്ളിയിരിക്കുന്നു. അതിക്രൂരമായ കൊലപാതക വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. മേഘാലയയിൽ മധുവിധ ആഘോഷത്തിനെത്തിയ ദമ്പതിമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാളെ കാണാതായി. ഒടുവിൽ ആ ഭാര്യയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനിടയിലാണ് ഭാര്യ തന്നെയാണ് ഇതിലെ വില്ലത്തി എന്ന ചുരുള് പോലീസ് അഴിച്ചെടുത്തത്. ഭാര്യയും കാമുകനും ചേർന്നാണ് ആസൂത്രിതമായിട്ട് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസിനെ പോലും നടുക്കുന്ന കണ്ടെത്തൽ, ഉറ്റവരെ ഏറെ വേദനിപ്പിച്ച സംഭവം. കാമുകനൊപ്പം ജീവിക്കണമെങ്കിൽ അത് അങ്ങനെ ആയിക്കൂടെ, ഒരാളെ കൊലപ്പെടുത്തിയിട്ടാകണമോ എന്ന് ചുറ്റുമുള്ളവരും ചോദിച്ച ആ ഒരു നിമിഷങ്ങൾ തീർച്ചയായിട്ടും അതിക്രൂരമായ കൊലപാതകം. ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഈ ഒരു കാമുകിയുടെയും ഒരു കൊടും ക്രൂരതയിൽ അകപ്പെട്ടു പോയി, ജീവൻ നഷ്ടമായി പോയി എന്ന് വിലപിക്കുകയാണ് ഉറ്റവർ. ഇൻഡോറിൽ നിന്നുള്ള രാജ രഘുവംശി 29 വയസ്സുകാരൻ, ഭാര്യ സോനം 25 വയസ്സുകാരി. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. 10ാം നാളാണ് മധുവിധു ആഘോഷിക്കാനായി മധ്യപ്രദേശിൽ നിന്നും മേഘാലയയിലേക്ക് ഇവർ എത്തിയത്. ഷില്ലോങ്ങിൽ പലയിടങ്ങളായി ഇരുവരും 2 ദിവസത്തോളം കറങ്ങി മധുവിധു ആഘോഷിച്ചു. പിന്നാലെ ഇവരെ കാണാതാകുന്നു. ഇവർ എവിടെ പോയി? ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തിരോധാനം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. പക്ഷേ യാതൊരു രീതിയിലുള്ള ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമാകുന്നു. ഒടുവിൽ ഡ്രോൺ ഉപയോഗിച്ചടക്കം അന്വേഷണം നടത്തുന്നു. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണം പോലീസ് നടത്തി തുടങ്ങി. സോനുവും കൊല്ലപ്പെട്ടിരിക്കാം എന്നതടക്കമുള്ള ഒരു നിഗമനമായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട രാജയുടെ സഹോദരങ്ങളടക്കം സംശയം പ്രകടിപ്പിച്ചത് രാജ ഒരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ശത്രുത, ആ രീതിയിലുള്ള കൊലപാതകമായിരിക്കുമോ എന്നതടക്കമുള്ള ഒരു സംശയമൊക്കെ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സോനുവും കൊല്ലപ്പെട്ടിരിക്കാം എന്ന തരത്തിലേക്ക് അന്വേഷണം നീളുകയായിരുന്നു. ഇതിനിടെ തൻ്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും കൊല്ലപ്പെട്ടതുപോലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും വിമർശിച്ച് സോനത്തിൻ്റെ സഹോദരൻ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അന്വേഷണം ശക്തമാകുന്നു. പഴുതുകൾ അടച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ ഈ ഭാര്യ തന്നെയാണ് സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ എടുക്കാൻ കാരണക്കാരി എന്ന ഒരു സത്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഭാര്യ തന്നെ കൊലയാളിയാകുന്ന സാഹചര്യം. മാത്രമല്ല കാമുകൻ, വാടക കൊലയാളി അടക്കമുള്ള വില്ലന്മാർ പുറത്തേക്ക് വരികയായിരുന്നു. സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങൾ. മെയ് 11-നാണ് ഇരുവരും വിവാഹിതരായത്. ഇൻഡോറിൽ വെച്ച് വളരെ ഗംഭീരമായി ആഡംബരമായി നടത്തിയ ചടങ്ങുകൾ, അങ്ങനെ വിവാഹം എന്ന ആ ഒരു കടമ്പയിലേക്ക് ഇരുവരും കടന്നു. വിവാദങ്ങൾക്കിടെയാണ് ഇവരുടെ വീഡിയോ പുറത്തു വന്നത്. ചുവപ്പ് സാരി ധരിച്ച സോനത്തിൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തി രാജ. പക്ഷേ താൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ കാലത്തേക്കാണ് താൻ സിന്ദൂരം ചാർത്തുന്നത്. ദൃശ്യങ്ങളിൽ, അതായത് ഇവരുടെ ഒരു വിവാഹ വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. ഈ ഒരു വിവാഹ വീഡിയോയിലാണ് ഇത്തരത്തിൽ ഈ സിന്ദൂരം ചാർത്തുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. ദൃശ്യങ്ങളിൽ ഇരുവരെയും വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ നടന്ന ഒരു കല്യാണം. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് രണ്ടുപേരും മധുവിധ യാത്രയ്ക്കായുള്ള പദ്ധതികൾ, തീർച്ചയായും സ്വാഭാവികമായിട്ട് വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ, അത് എല്ലാവരും പദ്ധതിയിടുന്നതാണ്. അത്തരത്തിൽ ഹണിമൂൺ പദ്ധതിയിടുന്നു. കശ്മീരിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി. അങ്ങനെ മെയ് 20-ാം തീയതിയാണ് രണ്ടുപേരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിക്കുന്നത്. 21-ാം തീയതി വൈകുന്നേരത്തോടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ ദമ്പതികൾ എത്തുന്നു. അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ അന്ന് രാത്രി ഇരുവരും താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ ഈ സ്കൂട്ടിയിൽ കറങ്ങാം എന്ന തീരുമാനത്തിലേക്ക് ദമ്പതികൾ എത്തുന്നു. 3 ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൗസ് മാനേജറെ അറിയിക്കുന്നു. നേരെ ചിറാപുഞ്ചിലേക്ക് പോകുന്നു. അന്ന് വൈകുന്നേരം ഈസ്റ്റ് ഗാസി ഹിൽസിലെ മൗലഗിയാത്ത് ഗ്രാമത്തിൽ ഇരുവരും എത്തി. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലഗിയാത്തിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോഴും എന്നാൽ ആ സമയം ഗൈഡ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഇവരെ കാണാതായി എന്ന വാർത്ത വരുന്നത്, ആശങ്ക പരക്കുന്നത്. കാണാതാവുന്നതിന് മുന്നേ സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു. പിന്നീട് രണ്ടുപേരെ ഫോണിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണുകൾ കിട്ടാത്ത സാഹചര്യമായി. ഇതെല്ലാം ചുറ്റുമുള്ളവർക്ക് ആശങ്ക, അതായത് ഉറ്റവർക്ക് ആശങ്ക ജനിപ്പിക്കുന്നു.
ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഗാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അന്വേഷണ സംഘം കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഏറെ സംശയത്തിലേക്ക് നയിച്ചത്.